നമസ്കാരം സുഹൃത്തുക്കളെ. മിനിമം ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നല്ല ഉറപ്പ് വേണം. അതെന്തിനാണ് ഉറപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് ഞാൻ ശ്രീമാൻ നരേന്ദ്രമോദി, അമിത്ഷായും പിന്നെ നിതിൻ അതോടൊപ്പം തന്നെ ട്രംപിനെ പോലുള്ള നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്നത്. ഇത് മോഡി അനുകൂല വീഡിയോ അല്ല. പറഞ്ഞു വരുന്നു പറയുന്നത് സ്പെയിനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സ്പെയിനിൽ നമ്മൾ കണ്ടതാണ്. ലക്ഷക്കണക്കിന് ഏകദേശം 50,000-ഓളം ആളുകളാണ് ഇൻവേഷൻ എന്ന് പറയുന്നൊരു ബോട്ടിൽ 100-200 പേര് കടന്നു വരികയില്ല. 50,000 പേര് പെട്ടെന്നൊരു നിമിഷം, അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, 50,000 പേര് എങ്ങനെയാണ് പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സ്പെയിനിലേക്ക് ഒരു മാർച്ച് നടത്താം, അല്ലെങ്കിൽ സ്പെയിനിൽ പോയി സ്പെയിൻ ആക്രമിക്കാം. ഇത് ഒരു 100-300 പേര് പെട്ടെന്ന് കൂടുമായിരിക്കും. ഒരു 50,000 പേര് ഒരുമിച്ച് വരണമെങ്കിൽ ഇറ്റ്സ് എ പ്ലാൻ, ഇറ്റ്സ് എൻ ഒറിജിനൽ പ്ലാൻ, ഇറ്റ്സ് ഹാപ്പനിങ്. അതായത് വർഷങ്ങളോളം മാസങ്ങളോളം എടുത്ത പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ 50,000 പേര് ഈ സ്പെയിനിലേക്ക് അതിക്രമിച്ച് കടന്നതും അവിടെയുള്ള കടകളും വീടുകളും കൊള്ളയടിക്കുന്നതും. ഇപ്പോൾ ഇന്ന് രാവിലെ പല മാധ്യമങ്ങളും പറയുകയാണ് അതിൽ 50,000 പേരിൽ 40,000 പേര് തിരിച്ചുപോയി എന്നുള്ളതിന്റെ വസ്തുത എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 40,000 പേര് 50,000 പേര് വന്നിരിക്കുന്നത് താമസിക്കാനല്ല, അവരവിടെ വന്നു, കൊള്ളയടിച്ചു, അവിടെ നശിപ്പിച്ചു, തീയിട്ടു. അതിനുശേഷം അവർ നോക്കുമ്പോൾ ഇനി സ്പെയിനിൽ നിൽക്കുക അസാധ്യമാണ്. മൊറോക്കോ എന്ന് പറയുന്ന അത്ര ദാരിദ്ര്യം പിടിച്ച രാജ്യമൊന്നുമല്ല. അതായത് അവിടെ യുദ്ധമോ അങ്ങനെയൊന്നുമില്ല. സാമ്പത്തികമായിട്ട് അല്പം മുന്നോക്കമുള്ള രാജ്യമാണ്. അവിടെ ആളുകൾക്ക് ജീവിക്കാം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്പെയിനിന് ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അവർ കടന്നു വന്നു, കൊള്ള, തീവെപ്പ്, പിന്നെ കയ്യിൽ കിട്ടിയതെല്ലാം, സ്വർണമാണെങ്കിലും ഇപ്പൊ കാശാണെങ്കിലും കയ്യിൽ എടുത്തുകൊണ്ട് പോയി തിരിച്ചുപോയി. പലരും അവർ സ്വമേധയാ തിരിച്ചു പോയിരിക്കുന്നു. അല്ലാതെ സർക്കാർ പറയുന്ന പോലെ അവരെ തിരിച്ചയച്ചതൊന്നുമല്ല. ശുദ്ധമായ മണ്ടത്തരം. എന്നെ വീഡിയോ ചെയ്യിപ്പിക്കാനുള്ള പ്രേരിപ്പിച്ച വിഷയം എന്ന് പറയുന്നത്, ഇത്രയും വലിയൊരു വിഷയം യൂറോപ്പിൽ നടക്കുമ്പോൾ ഇന്ന് കാലത്ത് UK പ്രധാനമന്ത്രി ബുർഹാം പേര് പോലും എനിക്കറിയില്ല, കാരണം പ്രധാനമന്ത്രി വാഴാത്തൊരു രാജ്യമാണ് UK എന്ന് പറയുന്നത്. അവിടുത്തെ പ്രധാനമന്ത്രി രാവിലെ ബ്രെഡ് എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുകയാണ്. ഇതുപോലെ സാധനത്തിന് ഉറപ്പില്ലാത്ത നേതാക്കന്മാരെ എടുത്ത് പ്രയോഗിച്ചാൽ എന്തായി തീരും ഓരോ രാജ്യങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇക്കാര്യം പറയുമ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ശരിക്കാണ് പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞാൽ പോലും ചില അവസരങ്ങളിൽ നമ്മൾ നോർത്ത് ഇന്ത്യൻസിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്താ കാര്യം നിങ്ങൾക്കറിയോ? 2014-ലും 2019-ലും 2024-ലും വലിയ ഭൂരിപക്ഷത്തോടെ BJP കയറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. കേരളമേ അല്ല, അറിയാലോ. പക്ഷെ നമ്മളെന്താ പറയുന്നത്, വി ആർ പ്രബുദ്ധ കേരളം, സാക്ഷരതയിൽ ഒന്നാമത്, ഞങ്ങൾക്കെല്ലാം അറിയാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ ഞാൻ അതിൽ അർത്ഥം എന്ന് പറയുന്നത്? ഒരു പേടി, ഒരു നട്ടെല്ല് വേണം. ഒരു രാജ്യത്തിന്റെ നേതാവായാൽ പ്ലീസിങ് നേതാവാകാൻ പാടില്ല, അപ്പീസിങ്. ഈ പെട്രോ സാഞ്ചസ് എന്ന് പറയുന്നവൻ ഒരു അപ്പീസിങ് എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷപ്പെടുത്തുക, എല്ലാവരോടും എന്താ പറയുന്ന ഒരു സോഷ്യലിസ്റ്റ്. ആ ചിന്താഗതി കാലങ്ങൾക്കനുസരിച്ച് കമ്പനികൾ, ഇപ്പം നമ്മൾ ഓരോ CEOs, കമ്പനികൾക്ക് ഹെഡ് ചെയ്യുന്ന CEO, അവർ കാലഘട്ടങ്ങൾക്കനുസരിച്ച് അവർ പ്രവർത്തന രീതി മാറ്റും, ഗോൾസ് മാറ്റും. അവർ എന്ത് ചലഞ്ചസ് ആണോ അടുത്ത 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം നേരിടാൻ പോകുന്നത്, അതിന് അവർ തന്നെ കമ്പനിയെ മുന്നൊരുക്കുക എന്നുള്ളതാണ് CEO ചുമതല എന്ന് പറയുന്നത്. അത് സാധിച്ചില്ലെങ്കിൽ അവൻ്റെ പണി പോകും. അതുപോലെ തന്നെയാണ് ഓരോ നേതാക്കന്മാർക്കും, ഓരോ രാജ്യഭരണാധികാരികൾക്കും. അവരുടെ രാജ്യം എന്തൊക്കെ പ്രശ്നങ്ങളാണ് കഴിഞ്ഞ 50 വർഷം അല്ലെങ്കിൽ 20 വർഷം നേരിടാൻ പോകുന്നത്, അതിനെപ്പറ്റി ഒരു ദീർഘവീക്ഷണം വേണം. അതില്ലാത്തവരാണ് ഈ പറയുന്ന യൂറോപ്പിലെ പല നേതാക്കന്മാരും. അതിൽ ഒന്നാമനാണ് ഈ പെട്രോ സാഞ്ചസ് എന്ന് പറയുന്നവൻ. അവന് പരിപാടി എന്തായിരുന്നു? ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നേതാക്കന്മാരെ എല്ലാം തെറി പറഞ്ഞു കൊടുക്കുക. അതുമാത്രം പോരാ, പല രാജ്യങ്ങളിലുണ്ട് അഴിമതിക്കാരായിട്ടുള്ള ജഡ്ജിമാര്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ പോലും ഇപ്പോൾ സർക്കാർ ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാൻ അതിന്റെ പ്രതിപക്ഷം അവിടെ പോകും, സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി അനുകൂലമായ വിധി വാങ്ങും. നിങ്ങൾക്ക് എപ്പോഴും ചിന്തിക്കുക, സുപ്രീം കോടതി ജഡ്ജിമാര്, ഞാനിപ്പം അതിനൊക്കെ കോടതി ലക്ഷ്യമായി പറയുകയല്ല, എവിടെയാണെങ്കിൽ പോലും എന്താ പറയുന്ന ജഡ്ജിമാരെല്ലാവരും ചില അവരെടുക്കുന്ന എല്ലാ വിധികളും സർക്കാരുകൾക്ക് അനുകൂലമാകണമെന്നോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല. അതിന്റെ എക്സാമ്പിളാണ് ഇപ്പോൾ സ്പെയിനിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടില്ല അല്ലേ? സ്പെയിനിൽ ഒരു ജഡ്ജിയുടെ വിധിയാണ് വന്നിരിക്കുന്നത്. ആ വിധി കേട്ട ഉടനെ 50,000 പേര് പലരും ട്രക്കുകളാണ് കൊണ്ട് ഇറക്കി വിട്ടിരിക്കുന്നത്. അല്ല പോയിന്റ്, അതായത് സ്പെയിനിന്റെ കുറ്റ എന്ന് പറയുന്ന ആ പ്രദേശത്ത് തൊട്ടടുത്ത് ട്രക്കിൽ ഇറക്കുന്നു. അവർ വരുന്നു, അവിടെ വർഷങ്ങളോളം കൊറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളെടുത്ത് അവരുണ്ടാക്കിയ സമ്പാദ്യം, അവരുടെ വീട്, അവരുടെ കാറ്, അവരുടെ പണം, അവരുടെ ജീവൻ മാത്രം പലർക്കും തിരിച്ചു കിട്ടി. അതിൽ 10-70 പേര് മരിച്ചു. അത് 70 എന്ന് പറഞ്ഞാൽ പോലും അതിനേക്കാളും കൂടുതലായിരിക്കാം. സെയിം തിങ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഇസ്രായേലിൽ സംഭവിച്ച പോലെ തന്നെ. അതായത് 10 ആയുധധാരികളായ ഒരുപാട് പേര് കയറി വന്നു, തിരിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോൾ
ഇപ്പോൾ ഇന്ത്യയിൽ സംഭവിക്കില്ല. കാരണം എന്തുകൊണ്ടാ, ഇന്ത്യയിൽ മറ്റേ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നോക്കാനല്ല. ശ്രീമാൻ മോഡിയുടെ ഇപ്പോൾ CRPFന്റെ മറ്റേ ചെയറും മറ്റേ സ്ഥലവും പറയുകയായിരുന്നു, നിങ്ങളെടുത്ത് പ്രയോഗിച്ചോ, ഞാൻ നോക്കാം. ഇങ്ങനെ പറയാവുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ഒരു തലവനുണ്ടെങ്കിൽ അവന് മുകളിലുള്ള ആൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയല്ല വെച്ചിരിക്കുന്നത്. നമ്മളിൽ കോടികൾ മുടക്കിയിട്ട് റഷ്യയിൽ നിന്നും പിന്നെ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഇത് കാണാൻ വേണ്ടിയല്ല, ആവശ്യം വരുമ്പോൾ എടുത്ത് പ്രയോഗിക്കാനാണ്. അപ്പൊ അതിന് എവിടുന്നാണ് കരം വരുന്നത്, ധൈര്യം വരുന്നത് മോളിൽ നിന്നാണ്. അതാണ് ഞാൻ പറയുന്നത്, സാധനത്തിന് നല്ല ഉറപ്പുള്ളവനെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഞാൻ ജെൻഡർ വൈസ് പറയല, മെലോണി ഇപ്പോൾ പലതും പറയുന്നു എന്തൊക്കെയോ, അങ്ങനെയൊക്കെ മിടുക്കികളായ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട്. പക്ഷേ പോയിന്റ് എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ, ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കുട്ടികളെ ഞാൻ പല കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ശരിയാണ്, സിസ്റ്റം മോശമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലീഡർഷിപ്പ് മാറുക എന്നുള്ളതല്ല. അതിന് ഉദ്ദേശം അതല്ല. ഈ കേജ്രിവാളിന്റെയും ഈ പറയുന്ന രാഹുൽ ഗാന്ധി അല്ല എന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന്, അദ്ദേഹം ഒരു പൊട്ടൻ കണക്ക് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പാവം, അതിനെ ഞാൻ കുറ്റപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദൗർലഭ്യം എന്ന് പറയുന്നത് വളർന്നു വരുന്ന ലെഫ്റ്റ് ഫാസിസമാണ്. ഇപ്പം നമ്മൾ കണ്ടതല്ലേ ഇപ്പോൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുട്ടികൾക്ക് യാതൊരു വിവരമില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്ക് അടുത്ത 20 വർഷത്തിൽ അവർ രാജ്യം സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി വലിയ ധാരണ അവർക്കില്ല, അവർ കണ്ടിട്ടില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഒരു 10-50,000 പേര് ഒരു നിമിഷം എന്താ പറയുന്നത് ഈ ഇവിടുന്ന് കയറി വന്നാൽ, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനും കയറി വന്നാൽ നമുക്ക് കരുത്തനായ പ്രധാനമന്ത്രിയില്ല. ടോക്കേക, അതായത് കാട്ടേക എന്ന് പറയുന്ന നേതാക്കന്മാരില്ലെങ്കിൽ രാജ്യത്തിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ. വർഷങ്ങൾ നിങ്ങൾ എടുത്ത് നിങ്ങളുടെ സമ്പാദ്യം മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് അഗ്നിക്കിരയാക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയിന്റ്, ഉറപ്പുള്ളവനെ മാത്രം തിരഞ്ഞെടുക്കുക. ഉറപ്പുള്ളത് ആരാണെങ്കിലും, ഇപ്പൊ പിന്നാണ് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തോന്നുകയാണ് ഇയാൾക്ക് നിങ്ങളുടെ രാജ്യത്തെ അടുത്ത 50 വർഷം കൊണ്ടുപോകാൻ പറ്റുമെന്ന് തിരഞ്ഞെടുക്കുക.